പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡ് സൊല്യൂഷനിൽ നടക്കുന്ന വേപ്പർ പ്രഷറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ലിക്വിഡ് സൊല്യൂഷൻസ് എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസ് എത്ര തരത്തിലുണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിൽ നമ്മൾ റവോൾസ് ലോ അപ്ലൈ ചെയ്യും. അങ്ങനെ റവോൾസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ റവോൾസ് ലോയെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസും ഉണ്ടാവും, റവോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസും ഉണ്ടാവും. അതായത് റവോൾസ് ലോയിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസും ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ റവോൾസ് ലോ ഒബേ ചെയ്താൽ അത്തരം സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻസ്. അതുപോലെ തന്നെ ഏത് സൊല്യൂഷൻസ് ആണോ റവോൾസ് ലോയിൽ നിന്നും വ്യതിചലിക്കുന്നത്, ഡീവിയേറ്റ് ചെയ്യുന്നത്, ഒബേ ചെയ്യാത്തത്, അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഐഡിയൽ സൊല്യൂഷൻസും നോൺ ഐഡിയൽ സൊല്യൂഷൻസും എന്താണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞു, ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് which obey Raoult's law over the entire range of concentration are called ideal solution. Then what are non-ideal solutions? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. The solutions which do not obey Raoult's law over the entire range of concentration are called non-ideal solutions. Ideal solutions ideal solution, non-ideal solution. Ideal solution obey Raoult's law. Non-ideal solution deviate from Raoult's law. Deviate from Raoult's law. Ideal solution which obey Raoult's law, non-ideal solutions are deviate from Raoult's law. നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. റവോൾസ് ലോ അനുസരിച്ച് ഐഡിയൽ സൊല്യൂഷൻസ് ആണെങ്കിൽ, ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ റവോൾസ് ലോ ഒബേ ചെയ്യുക. റവോൾസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം PA is equal to P0A into chi A, PB is equal to P0B into chi B. Raoult's law also assumes that delta V mix is equal to 0. Volume change during mixing equal to 0. എന്താർത്ഥം? നമ്മൾ രണ്ട് കമ്പോണന്റ് എടുക്കുന്നു, A എന്ന് പറയുന്ന കമ്പോണന്റും B എന്ന് പറയുന്ന കമ്പോണന്റും. അത് രണ്ടും 10 ml ആണ് നമുക്ക് വിചാരിക്കാൻ. 10 ml A combines with 10 ml B gives 20 ml AB. അപ്പോൾ അവിടെ ഇനിഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും സെയിം ആണ്. സോ ഡെൽറ്റ വി ബിക്കം 0. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഡെൽറ്റ വി മിക്സ് is equal to 0. ഡെൽറ്റ വി ഡ്യൂറിംഗ് മിക്സിംഗ് is equal to 0. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ഡെൽറ്റ എച്ച് മിക്സ് is equal to 0. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് മിക്സിംഗ് is also 0. എന്താ അതിനർത്ഥം? അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് എക്സോതെർമിക്കോ അല്ലെങ്കിൽ എൻഡോതെർമിക്കോ അല്ല. അതായത് അവിടെ ബോണ്ട് ഫോർമേഷനോ ബോണ്ട് ഡിസോസിയേഷനോ നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെ എനർജി ചേഞ്ച് നടക്കുന്നില്ല. സോ ഡെൽറ്റ എച്ച് മിക്സ് ബിക്കം 0. അപ്പൊ ഇവിടെ 4 കണ്ടീഷൻസ് ആണ്, റവോൾസ് ലോയുടെ 4 കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. 1, 2, 3 and 4. ഈ പറയുന്ന 4 കണ്ടീഷൻസും ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഒബേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ മോളിക്കുലാർ ലെവൽ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം solvent plus solute
gives solution. എ എന്ന് പറയുന്ന സോൾവെന്റ് ആയിട്ട് എടുക്കാം, ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് ആയി എടുക്കാം, സൊല്യൂഷൻ എ ബി എന്ന് പറയുന്ന ബൈനറി സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. ഇപ്പോ ഇവിടെ അറിയാം സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സോൾവെന്റ് അട്രാക്ഷൻ, അവിടെയുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സോൾവെന്റ് അട്രാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് എ അട്രാക്ഷൻ. സൊല്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് അട്രാക്ഷൻ ആണ്. അതിനെ നമുക്ക് ബി അട്രാക്ഷൻ എന്ന് വിളിക്കും. ഇതിനെ രണ്ടിനെയും നമുക്ക് ലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എ ബി എന്ന് പറയുന്ന ബൈനറി സൊല്യൂഷൻ ആവുമ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള അട്രാക്ഷൻ ഉണ്ടാവും. എ അട്രാക്ഷൻ, ബി അട്രാക്ഷൻ ആൻഡ് എ ബി അട്രാക്ഷൻ. അതായത് സോൾവെന്റ് അട്രാക്ഷൻ. ഇപ്പൊ മൂന്ന് തരത്തിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. സൊല്യൂട്ട് അട്രാക്ഷൻ, സോൾവെന്റ് അട്രാക്ഷൻ, സോൾവെന്റ് അട്രാക്ഷൻ. അപ്പൊ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ റവോൾസ് ലായുടെ ഈ 4 കണ്ടീഷൻസ് ഒബേ ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എ അട്രാക്ഷനും ബി അട്രാക്ഷനും എ ബി അട്രാക്ഷനും സിമിലർ ആയിരിക്കും. ഈ അട്രാക്ഷൻസ് ദാറ്റ് മീൻസ് ലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷൻ ഈസ് ഈക്വൽ ടു അൺലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷൻ. ലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷനും അൺലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷനും ഈക്വൽ ആയാൽ ആ സൊല്യൂഷൻ ഈ പറയുന്ന 4 കണ്ടീഷൻസ് ഒബേ ചെയ്യും. അങ്ങനെ ഒബേ ചെയ്താൽ അത്തരം സൊല്യൂഷൻസ് ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. നമുക്കറിയാം perfectly ideal solution is rare, but some solutions show nearly ideal in behavior. Ideal behavior ഏകദേശം അടുത്ത് വരുന്ന ഒരു ഐഡിയൽ ബിഹേവിയർ ചില സൊല്യൂഷൻസ് കാണിക്കാം. അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻസ്. അത്തരം ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഹെക്സൈഡ് പ്ലസ് നോർമൽ ഹെപ്റ്റൈഡ്. ഇതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈഥൈൽ ബ്രോമൈഡ് പ്ലസ് ഈഥൈൽ ക്ലോറൈഡ്. അതുപോലെ തന്നെ ബെൻസീൻ ആൻഡ് ടൊളുവീൻ. ഈ 3 എക്സാമ്പിളും ഏതിന് എക്സാമ്പിളാണ്? ഐഡിയൽ സൊല്യൂഷൻസ്. നോർമൽ ഹെക്സൈഡ് ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ. രണ്ടാമത്തെ എക്സാമ്പിൾ ഈഥൈൽ ബ്രോമൈഡ് ആൻഡ് ഈഥൈൽ ക്ലോറൈഡ്. മൂന്നാമത്തെ എക്സാമ്പിൾ ബെൻസീൻ ആൻഡ് ടൊളുവീൻ. ഇപ്പൊ ഇത്രയുമാണ് സംതിങ് അബൌട്ട് ഐഡിയൽ സൊല്യൂഷൻസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് എന്താ? അതൊരിക്കലും എന്ത് ഒബേ ചെയ്യത്തില്ല? റവോൾസ് ലോ ഒബേ ചെയ്യത്തില്ല. അതിനർത്ഥം എന്തുവാ? ഇവിടത്തെ കേസ് എടുക്കുവാണെങ്കിൽ പി എ നോട്ട് ഈക്വൽ ടു P0A കൈ എ, പി ബി നോട്ട് ഈക്വൽ ടു P0B കൈ ബി, ഡെൽറ്റ ബി മിക്സ് not equal to 0, delta H mix not equal to 0. ഇതാണല്ലോ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതിനർത്ഥം അത് എന്ത് ഒബേ ചെയ്യില്ല? റവോൾസ് ലോ ഒബേ ചെയ്യില്ല. ഇവിടെ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതായിരുന്നു. ഇപ്പൊ സേ PA is not equal to P0A കൈ എ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം. പി എ ലെസ് ദാൻ P0A കൈ എയും ആവാം, പി എ ഗ്രേറ്റർ ദാൻ P0A കൈ എയും ആവാം. ഇവിടെ നോക്കൂ, പി എ ഗ്രേറ്റർ ദാൻ P0A കൈ എ, പി എ ലെസ് ദാൻ P0A കൈ എഴുതാലോ. കാരണം ഇവിടെ എന്താ? പി എ നോട്ട് ഈക്വൽ ടു P0A കൈ എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പി എ
P0A കൈയെ കാട്ടി കൂടുതലുമാവാം കുറവുമാവാം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് PA ഗ്രേറ്റർ ദാൻ P0A കൈയെ ആൻഡ് PA ലെസ് ദാൻ P0A കൈയെ. രണ്ട് കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ PB നോട്ട് ഈക്വൽ ടു P0B കൈ B എന്ന് പറഞ്ഞാൽ അതിനർത്ഥം PB ഗ്രേറ്റർ ദാൻ P0B കൈ B ആൻഡ് PB ലെസ് ദാൻ P0B into കൈ B. അടുത്തത് നോക്കൂ, ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വി മിക്സ് ലെസ് ദാൻ 0. അടുത്തത് നോക്കൂ, ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എച്ച് മിക്സ് ലെസ് ദാൻ 0. അപ്പോ നമുക്ക് ഇവിടെ കാണാം, ഇതൊരു പോസിറ്റീവ് ഡീവിയേഷനെ കാണിക്കുന്നു, ഇതൊരു നെഗറ്റീവ് ഡീവിയേഷനെ കാണിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷനും എന്നും ഇതിനെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്നും വിളിക്കുന്നു. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ഓഫ് റബേർഡ്സ് ലോ, പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റബേർഡ്സ് ലോ, ദി സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റബേർഡ്സ് ലോ. ഇവിടെയോ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റബേർഡ്സ് ലോ. അപ്പോൾ ഇത് പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നു, ഇത് നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നു. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ രണ്ട് തരത്തിലാണ്. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റബേർഡ്സ് ലോ ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റബേർഡ്സ് ലോ. നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ, എനിക്കറിയാം. ഇത് അടുത്ത നമ്മൾ കേസ് പരിശോധിക്കുന്നത്, ഈ പറയുന്ന ഇവിടെ 4 കണ്ടീഷൻസ് എഴുതിയിരിക്കുക. ഈ 4 കണ്ടീഷൻസ് എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുക? അത് മോളിക്കുലാർ ലെവലിൽ നമ്മൾ ചിന്തിക്കുക. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച കണക്ക് ഈ റബേർഡ്സ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷൻ അൺലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷൻ ഈക്വൽ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ ഈ പറയുന്ന 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിൽ ഇവിടെയുള്ള മോളിക്കുലാർ ലെവലിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷനും അൺലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷനും എങ്ങനെയായിരിക്കും? നിങ്ങൾ ചിന്തിക്കൂ. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം എല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കേണ്ടത്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടെ ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് ചേഞ്ച് ഇൻ വോളിയം 0യെ കാട്ടി കൂടുതൽ, അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷനും അൺലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷനും എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അവിടെ ഇനിഷ്യൽ വോളിയം ആണോ ഫൈനൽ വോളിയം ആണോ കൂടുതൽ വരേണ്ടത്? ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. അപ്പൊ ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം, അവിടെ ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ 0 വരണം. അതിനർത്ഥം അവിടെ ഫൈനൽ വോളിയം ഗ്രേറ്റർ ആവണം. ഫൈനൽ വോളിയം ഗ്രേറ്റർ ആവണമെങ്കിൽ ആ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മോളിക്കുലർ ലെവലിൽ നിങ്ങളത് ചിന്തിച്ച് അവിടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അൺലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷൻ ഈസ് ലെസ് ദാൻ ലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷൻ. ദാറ്റ് മീൻസ് AB attraction is less than AA and BB attraction. ഇതാണല്ലോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ AB attraction is less than AA and BB attraction. ഇത് ശരിയാണോ അല്ലെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാനിപ്പോ ഒരു മിക്സ്ചർ എടുക്കുവാണ്, എത്തനോൾ ആൻഡ് അസറ്റോൺ. എത്തനോളിന്റെയും അസറ്റോണിന്റെയും ഒരു സൊല്യൂഷൻ എടുക്കുവാണ്, ഒരു മിക്സ്ചർ എടുക്കുവാണ്, ഹോമോജീനിയസ് മിക്സ്ചർ എടുത്ത് പരിശോധിക്കുക. ഓക്കെ, അപ്പൊ എത്തനോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം C2H5OH, 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 3 മോളിക്യൂളുകൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കണക്ക് ഇവിടെ നമുക്കറിയാം ഇവിടെ ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഇവിടുത്തെ പോസിറ്റീവ് തമ്മിൽ ഒരു അട്രാക്ഷൻ വരുന്നു. ഇതിനെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കാൻ കാരണം? ഇവിടെയുള്ള
അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു മോളിക്കൂൾ ഹൈഡ്രജൻ ആറ്റവും വേറൊരു മോളിക്കൂളില്ല ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവും തമ്മിലാണ്. ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ ഇതാണ് ലൈറ്റ് പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ അസറ്റോൺ ആഡ് ചെയ്യും. CH3 CH3 C ഡബിൾ ബോണ്ട് ഇതിന് ആഡ് ചെയ്യുമ്പോൾ ഇത് എന്താ ചെയ്യുക? ഇവിടെ വന്നിട്ട് ഈ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ മോളിക്യൂളുകൾ എന്ത് ചെയ്യുന്നു? അകലുന്നു. അപ്പോ സൊല്യൂഷൻ സ്റ്റേറ്റിലാവുമ്പോൾ വോളിയം ചെറുതായിട്ടൊന്ന് കൂടുന്നു. എന്താ കൂടാൻ കാരണം? ഈ പറയുന്ന ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന അസറ്റോൺ മോളിക്യൂളുകൾ ഇവിടെ നിലനിൽക്കുന്ന എഥനോൾ മോളിക്യൂളിൽ നിലനിൽക്കുന്ന ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്നത് കാരണം അവിടെ ചെറുതായിട്ട് ആ വോളിയത്തിൽ ചെറിയ ഒരു ഇൻക്രീസ് ഉണ്ടാകും. അതുകൊണ്ട് അവിടെ വോളിയം എന്താകുന്നു? ഇൻക്രീസ് ആകുന്നു. അതുകൊണ്ടാണ് അവിടെ ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലൈൻ ഒരു എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് അസറ്റോൺ. അപ്പോൾ ഇതിൽ നമ്മൾ ഡെൽറ്റ വിയുടെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഡെൽറ്റ എച്ച് മിക്സിന്റെ കേസ് നോക്കാം. അത് ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ എക്സാമ്പിൾ എടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ അസറ്റോൺ മോളിക്യൂൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ യവൻ എന്ത് ചെയ്യുന്നു? ഈ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ബ്രേക്കിംഗ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് നടക്കുവാണ്. അപ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുവാണ്. ബോണ്ട് ബ്രേക്കിംഗ് നടക്കണമെങ്കിൽ അവിടെ എനർജി ആവശ്യമായിട്ടുണ്ട്, ഹീറ്റ് എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് ആയാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ഇവിടെ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. അപ്പൊ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത നിങ്ങൾക്കറിയാം ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയാണ്. കാരണം അസറ്റോൺ മോളിക്യൂളുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് മുഖേന ഈഥൈൽ ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ ഈഥൈൽ ആൽക്കഹോളില് ഹൈഡ്രജൻ ബോണ്ട് മുഖേന ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൈലി ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ വരുന്നത്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഫോർമേഷൻ ആണ്. അപ്പോൾ അവിടെ ഈ അസറ്റോൺ മോളിക്യൂൾ വന്നിട്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അതുകൊണ്ട് കൂടുതൽ വേപ്പേഴ്സ് എന്ത് ചെയ്യും? സർഫസിന്റെ മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പോ അവിടെ സ്വാഭാവികമായിട്ട് വേപ്പർ പ്രഷർ കൂടും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത് PA ഗ്രേറ്റർ ദാൻ P0A കൈയെ. അപ്പോൾ റവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് കാണിക്കുന്നതിനെക്കാട്ടിയും അവിടെ ആ സൊല്യൂഷൻ വേപ്പർ പ്രഷർ കൂടുതൽ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ PA ഗ്രേറ്റർ ദാൻ P0A കൈയെ എന്നും PB ഗ്രേറ്റർ ദാൻ P0B കൈB എന്നും നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ. ഓക്കെ, അതിന് വേറെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് പറയുവാണെങ്കിൽ നമുക്കറിയാം ആൽക്കഹോൾ പ്ലസ് വാട്ടർ, ആൽക്കഹോൾ പ്ലസ് വാട്ടർ. അതുപോലെ തന്നെ എഥനോൾ പ്ലസ് അസറ്റോൺ, ഇത് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇതെല്ലാം ആർക്ക് എക്സാമ്പിൾ ആണ്? പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനിലോട്ടൊന്ന് പോകാം. ഇതേ കണക്ക് നിങ്ങളുടെ മോളിക്കുലാർ ലെവൽ ഇതാണ് ഇതിന്റെ കണ്ടീഷൻസ്. ഈ 4 കണ്ടീഷൻസ് ആണ്. ഈ 4 കണ്ടീഷൻസ് ഈ സൊല്യൂഷൻ ഒബേ ചെയ്യണമെങ്കിൽ മോളിക്കുലാർ ലെവലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവിടെ നമുക്ക് വരുന്നത് AB അൺലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലൈക്ക് പാർട്ടിക്കിൾ അട്രാക്ഷൻ. അതായത് AB അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ AA ആൻഡ് BB അട്രാക്ഷൻ. നമുക്കത് ചിന്തിച്ചു നോക്കാം. അവിടെയും ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ മിക്സ്ചർ ആണ്. ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഫസ്റ്റ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ CH3 C ഡബിൾ ബോണ്ട്. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? അസറ്റോൺ എന്ന് പറയും. ഇത് ക്ലോറോഫോം ഞാൻ എടുക്കുന്നു. ക്ലോറോഫോം CHCl3. ഓക്കെ, അപ്പോ നിങ്ങൾക്കറിയാം അസറ്റോൺ മോളിക്യൂൾ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതാണ് നിൽക്കട്ടെ. നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ 2 അൺലൈക്ക് പാർട്ടിക്കിൾ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് അസറ്റോണിന്റെ ഒരു മോളിക്യൂളും ഇത് ക്ലോറോഫോമിന്റെ മോളിക്യൂൾ. ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇവിടെ അറൈസ് ചെയ്യും. അതായത് ഹൈഡ്രജൻ ബോണ്ട് അറൈസ് ചെയ്യും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന
അട്രാക്റ്റീവ് ഫോഴ്സിനെ കാട്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആരൊക്കെ തമ്മിൽ എറൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയുള്ള മോളിക്യൂളുകൾ സൊല്യൂട്ട് സോൾവന്റ് മോളിക്യൂളുകൾ കൂടുതൽ അടുക്കുന്നു. അപ്പോൾ വോളിയം ഒന്ന് ചെറുതാവുന്നു, കുറയുന്നു. അപ്പോൾ ഇവിടെ ഡെൽറ്റ വി ലെസ് ദാൻ 0 ആവുന്നു. ഡെൽറ്റ വി ലെസ് ദാൻ 0 ആവുന്നു. ഡെൽറ്റ വി നെഗറ്റീവ് ആവുന്നു. ഡെൽറ്റ വി ലെസ് ദാൻ 0. അപ്പോ ആ ഒരു കണ്ടീഷൻസ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഡെൽറ്റ വി ലെസ് ദാൻ 0. ഇത് നിങ്ങൾ ഇവിടെ ആലോചിക്കൂ. ഡെൽറ്റ എച്ച് മിക്സ് ലെസ് ദാൻ 0 എങ്ങനെ വരുന്നു? നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു? ബോണ്ട് ഫോർമേഷൻ നടത്തുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ബോണ്ട് ബ്രേക്കിംഗ്. ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. അതായത് ആരൊക്കെ തമ്മിൽ? അസറ്റോൺ മോളിക്യൂളും ക്ലോറോഫോമും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കുവാണ്. ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി പുറത്തേക്ക് വിടണം. അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ എന്താ? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുന്നു. ഈ എക്സാമ്പിൾ അത് കേസ് ശരിയായി. അടുത്ത നമ്മൾ നോക്കൂ. ഇവിടെ സൊല്യൂട്ട് സോൾവന്റ് മോളിക്യൂൾ തമ്മിൽ അട്രാക്റ്റീവ് പവർ കൂടുതലാണ്. അതുകൊണ്ട് സൊല്യൂട്ടും സോൾവന്റും വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്നു. അതുകൊണ്ട് ഇത്തരം സൊല്യൂഷന്റെ മുകളിൽ നിൽക്കുന്ന വേപ്പറിന്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് PA ലെസ് ദാൻ P0A കൈ A, PB ലെസ് ദാൻ P0B കൈ B. അപ്പൊ ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ unlike particle attraction is greater than like particle attraction or like particle attraction is less than unlike particle attraction. Okay, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഒരു എക്സാമ്പിൾ ഏതാണ്? ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാം. വാട്ടർ, നൈട്രിക് ആസിഡ്, വാട്ടർ HCl, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായി കാണും. അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനിലെ 2 ടൈപ്പ്: സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ധരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിൽ നിന്ന് ചെറിയൊരു വ്യതിയാനം വരുത്തി കഴിഞ്ഞാൽ ഈ 3 സൊല്യൂഷനിലുമുള്ള, അതായത് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷനിലെ 2 ടൈപ്പ്: നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ്. ഇപ്പോ റവോൾസ് ലോ അനുസരിച്ച് ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വരച്ച അതേ ഗ്രാഫ് തന്നെയാണ്. മോൾ ഫ്രാക്ഷൻ x ആക്സിസിൽ, y ആക്സിസിൽ വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ A എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ XA നമ്മൾ ഇവിടെ 0, ഇവിടെ മോൾ ഫ്രാക്ഷൻ XA മാക്സിമം. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പോണന്റ് ഇവിടെ XB മാക്സിമം ആണ്, ഇവിടെ XB 0 ആണ്. അപ്പോൾ ഗ്രാഫ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ പ്രഷർ നമുക്കറിയാം. ഇതാണ് ടോട്ടൽ പ്രഷർ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. ഇത് PA ആണ്. PA എന്ന് പറയുമ്പോൾ PA is equal to P0A chi A. ഓക്കെ, ഇത് PB ആണ്. PB is equal to P0B chi B. ഇത് നിങ്ങൾക്കറിയാം. ടോട്ടൽ പ്രഷർ P is equal to PA plus PB. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ ആണെങ്കിൽ ഇവിടുത്തെ വേപ്പർ പ്രഷർ റവോൾസ് ലോയെ കാട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫാണ്. കാരണം അത് റവോൾസ് ലോ ഒബേ ചെയ്യുന്നു. അതുകൊണ്ട് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് റവോൾസ് ലോയ്ക്ക് വരച്ച അതേ ഗ്രാഫ് തന്നെയാണ്. ഇനി രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്നത് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ. അപ്പോൾ അവിടെ നമുക്കറിയാം നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ PA ലെസ് ദാൻ P0A chi A, PB ലെസ് ദാൻ P0B chi B. ഓക്കെ, അപ്പോ അതായത് ഇവിടെയുള്ള PA എന്ന് പറയുന്നത് റവോൾസ് ലോയിലുള്ള PA യെ കാട്ടി കുറവാണ്. അപ്പോ ഈ ഗ്രാഫ് എങ്ങനെയാ വരുന്നത്? ഈ ഗ്രാഫ് താഴോട്ട് വരും, ഇങ്ങനെ വരും. ഈ ഗ്രാഫ് എങ്ങോട്ട് വരും? ഇങ്ങനെ വരും. അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങോട്ട് വരും, താഴോട്ട് വരും.
ഇനി അടുത്ത കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ്ലി ഡീവിയേഷൻ ഫ്രം റൗൾസ് ലാ നിങ്ങൾ പരിശോധിക്കൂ. അവിടെ എന്താ പി എ ഗ്രേറ്റർ ദാൻ പി സീറോ എ കൈ എ, പി ബി ഗ്രേറ്റർ ദാൻ പി സീറോ ബി കൈ ബി. അപ്പോ ഇവിടെ എന്താ കാണിക്കുന്നത്? ഇവിടെ ഒരു വേപ്പർ പ്രഷർ കൂടുതലാണ്. വേപ്പർ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇവിടത്തെ ടോട്ടൽ പ്രഷർ എന്ത് ചെയ്യുന്നു? ദാ ഇങ്ങോട്ടാവുന്നു. അപ്പൊ ഇവിടത്തെ ഈ പ്രഷർ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടാകും. അതുകൊണ്ട് ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷന്റെയും ഐഡിയൽ സൊല്യൂഷന്റെയും ഗ്രാഫ്. ഇങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ധരിക്കുന്നു. ഇനി ഒരു കേസും കൂടെ എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്, കാരണം ഇത് തന്നെ ഒരു ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പരിശോധിക്കാം. നന്ദി, നമസ്കാരം.